Yes, fish on. Yes, fish on. Yes. Nice line release here. എൻ്റെ അളിയ ഗൈസ് നല്ല മീനാണ്. മെയിൻ സംഭവം അതല്ല, ഞാനിപ്പോൾ വീടേരെ. യെസ് ഗൈസ്, നമ്മുടെ ഉയ്യോ നല്ല മീന്. യെസ് ഫിഷ് ഓൺ. എൻ്റെ അളിയ മപ്പ് സാര. അപ്പോൾ ഗൈസ് വെറും 300 രൂപയ്ക്ക് ഒരു കിഡിലെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് വരാൽ ചേർമീൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് റിസൾട്ട് ഉള്ള ഒരു ഫ്രോഗാണ് ഗൈസ്. ഇവനാണായിട്ട് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗി എന്ന് പറയും. നല്ല റിസൾട്ടും നല്ല ഹുക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഈ ഒരു സാധനത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് വെറും 6 ഗ്രാമോ അതുകൊണ്ട് തന്നെ 3.5 സെൻറ്റിമീറ്ററാണ്. കുഞ്ഞ ഫ്രോഗാണ് ഗൈസ്. നല്ല ഹുക്കപ്പ് കിട്ടുന്നുണ്ട്. നല്ല കിടുക്കാച്ച് മെറ്റീരിയൽ, മീൻ അടിച്ച പടയെന്ന് പറഞ്ഞ് ഹുക്കപ്പ് കിട്ടുന്നുണ്ട്. അത് കണക്ക് തന്നെ നല്ല ക്വാളിറ്റി VMC ഹുക്കാണ് ഗൈസ് ഫ്രണ്ടിൽ വരുന്നത്. അതോടൊപ്പം ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ടല്ലോ, ഈ ഒരു ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതിൽ തന്നെയാണ് ഇത് നമ്മുടെ സ്പിന്നറും വന്നിരിക്കുന്നത്. അപ്പം നല്ല ക്വാളിറ്റി സാധനമാണ് ഗൈസ്. നമുക്ക് വരാൽ ചോറ് മീനൊക്കെ പിടിക്കാൻ നല്ല റിസൾട്ടുള്ള സാധനമാണ്. നമ്മൾ ഇതിൽ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് പോകാം. യെസ് ഫിഷ് ഓൺ കുഞ്ഞാ. അങ്ങനെ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗിയിൽ നമ്മൾ ഫസ്റ്റ് മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിഗി ഇരിക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം കിടില സാധനം. കൊള്ളാവുന്ന സാധനം. അല്ല അല്ല നമ്മളിത് വന്ന വഴിക്ക് ഒരു ചോക്കോബാർ വാങ്ങിച്ചു. നമ്മളോട് കുഞ്ഞുണ്ടായിരുന്നു. അപ്പം ഞാനത് ഈ ഒരു പട്ടിക്ക് എടുത്ത് അതിൻ്റെ നന്ദി അത് പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മളെ പുറകെ കാട്ടിക്കൂടിയൊക്കെ വരിക. യെസ് ഗൈസ്, നമ്മളിത് കാണാൻ പറയത്തുന്നത് നമ്മുടെ ഇന്നത്തെ 2ാമത്തെ മീനെ നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗിയിൽ. പക്ഷെ കൊള്ളാതെ വരാൽ സാധനം. ഇത് ഓണടിച്ച് അണ്ണാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിഗി കിട്ടില്ല കേട്ടോ. കിട്ടില്ല ആക്ഷനാണ്, കിട്ടില്ല റിസൾട്ടുമാണ്, കിട്ടില്ല ഹുക്കപ്പുമാണ്. കണ്ടോ, ചുമ്മാ തട്ടി നമ്മൾ നൈസിലൊന്ന് ടിപ്പൊന്ന് വളച്ചു കൊടുത്താൽ മതി. നല്ല ഹുക്കപ്പ് കിട്ടുന്നുണ്ടോ കേട്ടോ ഈ ഫ്രോഗിൽ. കാരണം ഞാൻ ഞാൻ ഞങ്ങൾ കറക്റ്റ് കാണിച്ചു തരാം. മെറ്റീരിയൽ കണ്ടോ ഗൈസ്, ഇങ്ങനെ സോഫ്റ്റ് മെറ്റീരിയലാണെന്ന് അറിയാതെ. ഉണ്ടോ ഇങ്ങനെ ഒരു വലിയ ജെല്ലി മുട്ട. ജസ്റ്റ് തൊട്ടാൽ മതി സാധനം നേരെ ഹുക്കപ്പം. ഹുക്ക് തിരിയുകയും ചെയ്യുന്നുണ്ട്. നല്ല കിടില ഷാർപ്പ് ഹുക്ക് വരുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. കിടില മീനെ കിട്ടും. നാടനായിട്ടോ കിടില വരാൽ. അപ്പോൾ നമ്മളത് രാവിലെ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗി ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മളോട് പാടത്തിന് നടുക്കൂടിയുള്ള വ്യൂ ഉണ്ടോ, രസമില്ലേ. അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് വരാലിനെ പിടിക്കാം. ഓക്കെ, ഫുള്ള് നോക്കണമെന്നിരിക്കുക കേട്ടോ. യെസ് ഗൈസ്, നമ്മുടെ ഉയ്യോ നല്ല മീന്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗിയിൽ ഇത് ഒരു കിടില വരാലടിച്ചിട്ടുണ്ട്. നാട്ടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പക്ഷെ കൊള്ളാതൊരു മീന് കണ്ടോ, കിടില ഹുക്കപ്പ് സീനായിട്ട്. പക്ഷെ കൊള്ളാതൊരു വരാൽ.
സൂപ്പർ വരാൻ ഗൈസ്. സൂപ്പർ കുഞ്ഞ് നാടൻ വരാൻ നല്ല സീനായിട്ട് അങ്ങനെ നൈസ്ലി. നൈസിലാണ് റിലീസ് ചെയ്യേണ്ടത്. യെസ്, അത് നല്ല വേല. പിഗി പിഗി പിഗി. ഹാൻഡ് ക്രാഫ്റ്റിൽ പിഗിൽ അടുത്ത് നല്ല വീന വരാൻ കിട്ടിയിട്ടുണ്ട്. പിഗി പിഗി. നമ്മളിവിടെ വന്ന് മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം കൊള്ളാമെന്ന് വരാൽ പിഗിൽ നമുക്ക് കിട്ടിയ നല്ല കിടില ഹുക്കപ്പാണ് കേട്ടോ. പിഗി ഒരു രക്ഷയില്ല, 2 ഹുക്കും കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 300 ഗ്രാം വരുന്ന ഒരാൾ. എൻ്റെ അളിയ ഗൈസ്, നല്ല മീനാണ്. പക്ഷെ മെയിൻ സംഭവം അതല്ല, ഞാനിപ്പോൾ വീടേരെ എൻ്റെ അളിയ മാന്താപ്പ്. ഉയ്യോ എൻ്റെ അള്ളിയ മപ്പെന്ന് പറഞ്ഞാൽ മപ്പ് വരാല്. ഹുക്കപ്പ് കൊടുത്ത് ഞാൻ വീടേനെ ഗൈസ്. എന്തായാലും ഒരു കിലോ പ്ലസ് ഉള്ള സാധനം 1.5. അയ്യോ മപ്പ് സാധനം. അയ്യോ ഹെവി ഹെവി. എൻ്റെ അള്ളിയ ഇതെന്നതാടാ ഗൈസ്, നിങ്ങളിത് കണ്ടോ? ഹെവി എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഹെവി. ഒരു കിലോ 2 കിലോയ്ക്ക് മേളിൽ വരുന്ന സാധനം. 2 കിലോ കാണത്തില്ല ഗൈസ്, എന്നാലും ഇത് ഞാൻ പറയാം, ഇജാതി വലിപ്പമുള്ളൊരു നാടൻ ഞാൻ ഇതുവരെ ആരെയും കൈ കണ്ടിട്ടില്ല. അല്ല കിടില സൈസ് സാധനം. ഓ എൻ്റെ അളിയ ഹുക്കപ്പ് കൊടുത്തിട്ട് ഗൈസ് ഞാനവിടെ വീണ്. ഓ അതിൻ്റെ കുടഞ്ഞാണ് ഗൈസ്, അതിൻ്റെ വാ പൊട്ടി. സൈസ് കണ്ടോ, നല്ല ഹെവി നാടൻ, വിജാതി സൈസ് നാടൻ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഓ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗിയിൽ മപ്പ് സാധനം. പ്രോ ഇരിക്കുന്നുണ്ടല്ലോ എൻ്റെ അളിയ. കിടില ഹുക്കപ്പ്, കിടില മീൻ. അമ്മേ ഓക്കെ, മപ്പ് സാധനം. അയ്യോ ഹെവി എന്ന് പറയുന്നത് ഇവനാണ് ഹെവി. നമ്മളത് പിഗി ഇത് മാസ് കാണിച്ചേക്ക കേട്ടോ, ഒന്നും പറയാനില്ലത്. സീനായിട്ട് കിടില ഹുക്കപ്പ്, കിടില ഒരു വരാൻ. അത് നാടനാണ് കേട്ടോ, വിയറ്റ്നാം പോലും അല്ല. നൈസിൽ എന്നെ കെട്ടി വെള്ളത്തിൽ ഇട്ടേക്കാം. യെസ് ഷോൺ, ഹാർഡ് ക്രാഫ്റ്റ് പിഗിയിൽ അടുത്ത മീന്. ഓ ഇത് ഊപ്പയാണ് കഴിച്ച്, കുഞ്ഞ സാധനം. ഇവിടെ ഫുള്ള് നാടൻ വരല്ലോ കേട്ടോ, എല്ലാം അടിക്കുന്ന നാടൻ വരല്ലേ. അവൻ തന്നെ പോയി. ഊപ്പ സാധനം. ഉയ്യോ അത് കണ്ടായിരുന്നോ? ആ ഗൈസ് വീണടത്തിന് മീൻ അടിച്ചു ഗൈസ്. ഗൈസ് അവിടെ നിന്ന് ഒരു വരാൽ അടിച്ചിട്ടുണ്ട്. ക്യാമറ ചാർജ് തീർന്നു. ഞാൻ
എന്താ ഒരു കിടില വരാൽ വിയറ്റ്നാം കേട്ടോ. ഒരു 1 kg കാണും. കിടിലായിട്ട് നമ്മുടെ പിഗിയിൽ കേട്ടോ. ഇനി അങ്ങോട്ട് സ്ട്രൈക്കൊന്നും കാണാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ബാറ്ററിയും ഡെഡായി. നമ്മളിപ്പോൾ നൈസിൽ ഇങ്ങനെ ഹുക്ക് റിമൂവ് ചെയ്ത് ലിപ് ഗ്രിപ്പറിൽ ഇട്ട് വെക്കാൻ പോവാണ്. കൊള്ളാന്ന് പിന്നെ കേട്ടോ, കാണിച്ചു തരാം. 2 ഹുക്കും കയറിയിട്ടുണ്ട്. ചുമ്മാ എല്ലാം കിടന്ന് പഠിച്ച പക്ഷെ കൊള്ളാമെന്നൊരു വിയറ്റ്നാം കേട്ടോ. കിടിലായിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യണം. ചടിക്കുണ്ടോ നീ? ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ചെറുമീനുണ്ട്. ആ കൊള്ളാം. ഗൈസ് നമ്മുടെ കുഞ്ഞെന്തേ പീക്കിൽ മീനെ കയറിയിട്ടുണ്ട്. സെറ്റ് സാധനം. പിന്നെ ഭാരത്ത് ലിപ് ഗ്രിപ്പറും കിടപ്പുണ്ട്, ഒരു ചാക്കും കിടപ്പുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു കിട്ടിയ കിട്ടിയ ഫസ്റ്റ് അറയിൽ ഇതും കിടപ്പുണ്ട്. നമ്മുടെ വല 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 യെസ് ഫിഷ്. എന്നാണത് മീനില്ലേ? ഉണ്ട്. ചെന്നാടോ? അയ്യോ അവിടെ നല്ല മീനാടാ. എൻ്റെ കളിയ മപ്പ് സാര ഹെവി വിയറ്റ്നാം സൈസ് കണ്ടതേ. എൻ്റെ റോഡും ഇതിനെ സൈസിങ് സാധനം. എൻ്റെ കളിയ ഞാൻ ഒരു ചെറിയായിരിക്കും ഇത് അങ്ങനെ കിടന്ന് കളിച്ചവളെ. നല്ലോണം കുത്തി. ലിപ്പ് എന്തിയാ ഗൈസ്? നമ്മുടെ റിയൽ വരുന്നത് ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗി എന്ന് പറഞ്ഞ ഫ്രോഗിലാണ്. ഫ്രോ ചെയ്യുന്നുണ്ട് അകത്ത്. സൈസ് കണ്ടോ? അതേ നല്ല ഹെവി സൈസാണ്. പിന്നെ ഒരു ഫോട്ടോ എടുത്തു തരുവാടാ. ഫൈറ്റ് സീൻ സാധനമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചൊരു ചെറുമീനായിരിക്കും എന്ന് വിചാരിച്ചു. അത് കണക്ക് അയ്യോ നാക്കിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. ചുമ്മാ നല്ല ഇത്ര ഫൈറ്റാണ്. ഊരിയിട്ടുണ്ട്. നല്ല കിടിലം വിയറ്റ്നാം. എന്തായാലും 1.5 kg പ്ലസ് വേണം കേട്ടോ. നല്ല സൈസുള്ള സാധനം. നേരെ കളിക്കാത്തതിന് അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലൂർ ക്രാഫ്റ്റ് പിഗിയിൽ നല്ല മീന. നമ്മുടെ ഇന്നത്തെ നാലാമത്തെ മീൻ. ഇവിടെ പോകുന്നു എന്നാ ടീ? ഏതാ? ആ ഉണ്ടോ? പറഞ്ഞില്ലേ? കറക്റ്റ് അറിയാം. ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗിയിൽ ഇത് അടുത്ത മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ വലല്ല, നമ്മളവനെ നൈസിൽ ഒരു റിലീസ് ചെയ്യുക. ഒറ്റ 2 ഹുക്കും കയറിയിട്ടുണ്ടായിരുന്നു. അയ്യോ നമുക്ക് കേസ് അതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ കുഞ്ഞ ഭാഗമായതുകൊണ്ട് ഊരുന്നതനുസരിച്ച് തന്നെ അടുത്ത ഏരിയ കയറുക ഹുക്ക്. അത് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നൈസിൽ ഇത് ഇടുകയാണ് കേട്ടോ.